भला कैसे भुलाएं। ओ मधुबन वाले बाबा, ओ मीठे प्यारे बाबा, तूने प्यार जो दिया है, तूने प्यार जो दिया है, भला कैसे
किनारा, मिल गया किनारा, साथ तुम्हारा प्रभु कितना है प्यारा। साथ तुम्हारा प्रभु। रोशनी ही रोशनी आती नजर है, अब ना भंवर का डर, ना ही फिक्र है, ना ही फिक्र है। हाथ में तेरे जब हाथ है हमारा, साथ तुम्हारा प्रभु कितना है प्यारा। साथ तुम्हारा प्रभु। किसको खबर है कौन साथ है हमारे, जिसकी नजर से चलते चांद और तारे, चांद और तारे। कितनी ही बार तुम पार उतारा, साथ तुम्हारा प्रभु कितना है प्यारा। साथ तुम्हारा प्रभु। अपना गगन अब तो अपनी ज़मीं है, तू मिल गया तो फिर हमें क्या कमी है, हमें क्या कमी है। कितना हसीन लगता हर एक नजारा, साथ तुम्हारा प्रभु कितना है प्यारा। साथ तुम्हारा प्रभु कितना है प्यारा। मिल गई मंजिल, मिल गया किनारा, मिल गया किनारा, साथ
ഓം ശാന്തി. കുറച്ച് സമയത്തേക്ക് മനസ്സിനെ മറ്റെല്ലാ ചിന്തകളിൽ നിന്നും ഒഴിവാക്കി ബുദ്ധിയുടെ ലൈൻ ക്ലീൻ ആൻഡ് ക്ലിയർ ആക്കുക. പ്രകൃതിയിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ആത്മാവിനെ മാത്രം കാണുക. ഞാൻ അതിസൂക്ഷ്മമായ ദിവ്യമായ ഒരു പ്രകാശ ബിന്ദുവാകുന്നു. ദിവ്യദൃഷ്ടിയിലൂടെ തൻ്റെ ദിവ്യ സ്വരൂപത്തെ ഭൃഗുടിയാകുന്ന സിംഹാസനത്തിൽ കാണുകയാണ്. ഞാൻ ആത്മജ്യോതിയാകുന്നു. തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു നക്ഷത്രം. A shining star in the middle of my forehead. ഞാൻ ഈ ദേഹത്തിൽ നിന്നും പൂർണ്ണമായും ഭിന്നമാണ്. ഈ ദേഹത്തിൻ്റെ എല്ലാ കർമ്മേന്ദ്രിയങ്ങളുടെയും അധികാരിയാണ്. എൻ്റെ സൂക്ഷ്മ ശക്തികളായ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും സംസ്കാരത്തിൻ്റെയും മാലിക്കാണ്. ഈ ശരീരരൂപി മന്ദിരത്തിൽ ഞാൻ ആത്മജ്യോതി പ്രകാശിച്ചു കൊണ്ടിരിക്കുകയാണ്. ദിവ്യതയുടെ പ്രകാശം എന്നിൽ നിന്നും നാലു ഭാഗത്തും വ്യാപിക്കുന്നു. ദിവ്യപ്രകാശത്തിൻ്റെ സുന്ദരമായ ഒരു ആഭാമണ്ഡലം ഞാൻ അനുഭവം ചെയ്യുകയാണ്. ഭഗവാന്റെ ദൃഷ്ടിയിൽ വന്നിരിക്കുന്ന ഞാൻ ആത്മ എത്ര ഭാഗ്യവാനാണ്. ഭാഗ്യവിധാതാവ് എൻ്റെ ഭാഗ്യ നക്ഷത്രത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു.
കോടി കോടി ആത്മാക്കളിൽ ഭാഗ്യവിധാതായ ഭഗവാൻ എന്നെ സെലക്ട് ചെയ്തിരിക്കുന്നു. പുതിയ ലോകത്തിൻ്റെ സ്ഥാപനയുടെ മഹാൻ കാര്യത്തിന് സഹയോഗിയാകാൻ വേണ്ടി സ്വയം ഭഗവാൻ എൻ്റെ ഭാഗ്യത്തിൻ്റെ ഗീതം ദിവസവും പാടിക്കൊണ്ടിരിക്കുന്നു. വാ മേരെ ഭാഗ്യവാൻ ബच्चे വാ. എൻ്റെ പൂർണ്ണ ശ്രദ്ധ എൻ്റെ മനസ്സും ബുദ്ധിയും ആത്മീക സ്വരൂപത്തിൽ ഏകാഗ്രമാകുകയാണ്. ഞാൻ എൻ്റെ മസ്തിഷ്കത്തിൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന നക്ഷത്ര സ്വരൂപത്തെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. എൻ്റെ കർമ്മേന്ദ്രിയങ്ങളുടെ മേലെ എനിക്ക് പൂർണ്ണ അധികാരമുണ്ട്. ഞാൻ ആത്മാ സ്വരാജ്യ അധികാരിയാണ്. സ്ഥൂലവും സൂക്ഷ്മവുമായ എല്ലാ കർമ്മേന്ദ്രിയങ്ങളും ഞാൻ ആത്മാവിൻ്റെ ഓർഡർ മാനിച്ച് പ്രവർത്തിക്കുന്നു. സാവധാനം എൻ്റെ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ഫലത്തിലൂടെ ഞാൻ ഈ ശരീരത്തിൽ നിന്നും ഡിറ്റാച്ച് ആകുകയാണ്. ഞാൻ പ്രകാശിക്കുന്ന ഒരു നക്ഷത്രമായി മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ സാകാരി ലോകത്തിൽ നിന്നും ദൂരെ സൂര്യനും ചന്ദ്രനും താരാഗണങ്ങൾക്കും ഉപരിയായി ഞാൻ ഒരു റോക്കറ്റിനേക്കാൾ വേഗതയിൽ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു.
ഞാനിപ്പോൾ ഒരു പ്രകാശം നിറഞ്ഞ ലോകത്ത് നാലു ഭാഗത്തും സുവർണ ചുവപ്പ് നിറഞ്ഞ പ്രകാശത്തിൻ്റെ ലോകത്ത് എത്തിയിരിക്കുകയാണ്. ഇതാണ് എൻ്റെ വീട്. മൈ ഒറിജിനൽ സ്വീറ്റ് സൈലൻസ് ഹോം. ഇവിടെ എന്നെ പോലെ തന്നെ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന തേജോമയനായ ഒരു ജ്യോതിർബിന്ദു സ്വരൂപത്തെ ഞാൻ കാണുകയാണ്. ആത്മാക്കളുടെ പിതാവായ പരമപിത പരമാത്മാവിനെ ഞാൻ ദർശിക്കുകയാണ്. ഞാൻ ആത്മജ്യോതിയും പരമാത്മ മഹാജ്യോതിയും തമ്മിലുള്ള മഹാമിലനം. രണ്ട് ലൈറ്റ് ഹൗസുകൾ പോലെ പ്രകാശ കിരണങ്ങൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പരമജ്യോതിയിൽ നിന്നും ദിവ്യഗുണങ്ങളുടെ കിരണങ്ങൾ എന്നിലേക്ക് വർഷിക്കുകയാണ്. ഞാൻ എൻ്റെ അനാദി സദോ ഗുണങ്ങളുടെ സമ്പന്നത അനുഭവം ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് ചുറ്റും പവിത്രതയുടെ ദിവ്യപ്രകാശം. ആ ദിവ്യ രശ്മികൾ നാലു ഭാഗത്തും വ്യാപിക്കുകയാണ്. ഞാൻ ആത്മാ ഇപ്പോൾ എൻ്റെ നിജസ്വരൂപമായ ശാന്തസ്വരൂപത്തിൽ സ്ഥിതമാകുന്നു. ശാന്തിയുടെ പ്രകാശകിരണങ്ങൾ എന്നിൽ നിന്നും നാലു ഭാഗത്തേക്കും വ്യാപിക്കുന്നു. സർവശക്തിവാനായ ബാബയുടെ സന്താനമായ ഞാൻ സർവശക്തികൾ കൊണ്ട് സമ്പന്നമാകുകയാണ്. ഞാൻ ശക്തി സ്വരൂപമാകുന്നു. ശിവശക്തി സ്വരൂപത്തിൽ നിന്നും
ശക്തികളുടെ കിരണങ്ങൾ 4 ഭാഗത്തേക്കും വ്യാപിക്കുന്നു. സ്നേഹത്തിൻ്റെ സാഗരനായ എൻ്റെ പ്രിയ ബാബയിൽ നിന്നും സ്നേഹത്തിൻ്റെ പ്രകമ്പനങ്ങൾ ഞാൻ ആത്മാവിൽ സമാവേശമാകുന്നു. ഞാൻ സ്നേഹത്തിൻ്റെ സ്വരൂപമായി മാറുകയാണ്. എന്നിൽ നിന്നും ആത്മീയ സ്നേഹത്തിൻ്റെ സുഗന്ധം 4 ഭാഗത്തും വ്യാപിക്കുന്നു. എൻ്റെ പിതാ പരമാത്മാ ജ്ഞാനസാഗരനാണ്. മുഴുവൻ സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനം എനിക്ക് പ്രദാനം ചെയ്തു. ഞാൻ ആത്മാ ത്രികാലദർശിയായിരിക്കുന്നു. സത്യം ശിവം സുന്ദരനായ എൻ്റെ പ്രിയ ബാബ ആനന്ദത്തിൻ്റെ സാഗരനാണ്. ആ സാഗരത്തിൽ ലയിച്ച് ഞാൻ പരമാനന്ദത്തിൻ്റെ അനുഭവം ചെയ്യുകയാണ്. ഞാൻ അതീന്ദ്രിയ സുഖത്തിൻ്റെ അനുഭൂതി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു സുഖസ്വരൂപി ആത്മാവായി മാറിയിരിക്കുകയാണ്. സർവഗുണങ്ങളാൽ സമ്പന്നമായ ഞാൻ ആത്മാവ് ബീജരൂപസ്ഥിതിയിൽ പരമാത്മ ബീജത്തിൻ്റെ സമാനമായി മാറിയിരിക്കുന്നു. ഒരു കമ്പൈൻഡ് സ്ഥിതിയുടെ അനുഭവം ചെയ്തുകൊണ്ടിരിക്കുന്നു. യാതൊരു ഭാരവുമില്ല, ബന്ധനവുമില്ല. തികച്ചും ലൈറ്റ് സ്റ്റേജ്. ഈ ദിവ്യതയുടെ അലൗകികമായ ലഹരിയോടുകൂടി ബാബയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ പരമധാമത്തിൽ നിന്നും താഴേക്ക് വരികയാണ്.
ഇപ്പോൾ ഞാൻ സൂക്ഷ്മവതനത്തിൽ എത്തിയിരിക്കുന്നു. എത്ര സുന്ദരമായ ഫരിസ്തകളുടെ ലോകമാണിത്. ചുറ്റും വെളുത്ത ദിവ്യപ്രകാശം മാത്രം. ഇവിടെ ഞാൻ ജ്യോതി ബിന്ദു ആത്മ ഫരിസ്ത ഡ്രസ് ധരിച്ചിരിക്കുന്നു. വളരെ ലൈറ്റായ പ്രകാശത്തിൻ്റെ ഡ്രസ്. ഫരിസ്തകളുടെ രാജാവായ എൻ്റെ പ്രിയ ബ്രഹ്മ ബാബ തൻ്റെ ദിവ്യ ഫരിസ്താ സ്വരൂപത്തിൽ എൻ്റെ മുന്നിൽ ഞാൻ കാണുകയാണ്. അതിമധുരമായ ശിവബാബ അവരുടെ ഭൃകുടിയിൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. ബാപ്പ് ദാദായുടെ സ്നേഹം നിറഞ്ഞ ദൃഷ്ടി എന്നിലേക്ക് പതിയുന്നു. ഈ ശബ്ദം എന്നിൽ വരികയാണ്, ടച്ചാവുകയാണ്. ആവോ ബച്ചേ ആവോ. ഇരു കൈകളും നീട്ടി ബാബ എന്നെ സ്വീകരിക്കുന്നു. ഞാൻ ഫരിസ്ത ആ സ്നേഹസാഗരന്റെ കൈകളിൽ സമാവേശമാകുന്നു. ബാപ്പ് ദാദയുടെ ഹസ്തങ്ങളാകുന്ന സ്നേഹത്തിൻ്റെ ഊഞ്ഞാലിൽ ഞാൻ ആടിക്കൊണ്ടിരിക്കുകയാണ്. പരമാനന്ദത്തിൻ്റെ അനുഭൂതി ചെയ്യുന്നു. ബാപ്പ് ദാദ എനിക്ക് തിലകം ചാർത്തിക്കൊണ്ട് വരദാനം നൽകി. കുട്ടി, വിജയീ ഭവ, നിർവിഘ്ന ഭവ, സഫലതാ മൂർത്ത് ഭവ. ഇപ്പോൾ ഞാൻ ആത്മാവും ബാപ്പ് ദാദയും രണ്ട് ലൈറ്റ് ഹൗസുകൾ പോലെ ഗ്ലോബിന് മുകളിലെത്തിയിരിക്കുകയാണ്. സുഖത്തിൻ്റെയും ശാന്തിയുടെയും പവിത്രതയുടെയും പ്രകാശകിരണങ്ങൾ മുഴുവൻ വിശ്വത്തിലേക്കും വിതരണം ചെയ്യുകയാണ്.
ബാപ്പ് ദാദയിൽ നിന്നും ശക്തികൾ സ്വീകരിച്ച് ബാബയോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഫരിസ്ത ഇപ്പോൾ സാകാരി ലോകത്തിലേക്ക് പറന്നു. ഈ സാകാരി ശരീരത്തിൽ ഭൃഗുടിയാകുന്ന സിംഹാസനത്തിൽ രാജാധികാരത്തോടെ ഞാൻ പ്രകാശിക്കുകയാണ്. ഞാൻ ചൈതന്യ ആത്മാവിൽ നിന്നും ശക്തികളുടെ പല തരംഗങ്ങൾ വായുമണ്ഡലത്തിൽ 4 ഭാഗത്തേക്കും വ്യാപിക്കുകയാണ്. വായുമണ്ഡലത്തെ ശക്തിശാലിയാക്കി മാറ്റുന്നു. അഞ്ചു തത്വങ്ങളെയും പാവനമാക്കി മാറ്റുന്നു. എന്നിൽ നിന്നും ഈ ശുഭഭാവന വന്നുകൊണ്ടിരിക്കുകയാണ്. വിശ്വത്തിലെ സർവ ആത്മാക്കൾക്കും അശാന്തിയിൽ നിന്നും ദുഃഖത്തിൽ നിന്നും രോഗത്തിൽ നിന്നും വേദനിക്കുന്ന ആത്മാക്കൾക്ക് സുഖവും ശാന്തിയും ലഭിക്കട്ടെ, രോഗമുക്തരാകട്ടെ. ഓം ശാന്തി, ഓം ശാന്തി, ഓം ശാന്തി. आरज़ू है आप पर अपने को अब अर्पण करें। आरज़ू है आप पर अपने को अब अर्पण करें। आपके कदमों पे
सांस और संकल्प से बस आपके गुणगान हो। स्वप्न में भी तन का कोई भान ना अभिमान हो, भान ना अभिमान हो। लोकहित का ध्यान हो, कल्याण में चिंतन करें, आपके कदमों पे चलकर नाम हम रोशन करें। आरज़ू है आप पर। के दर्पण से सभी नित आपका दर्शन करें, आपके कदमों पे चलकर नाम हम रोशन करें। आरज़ू है आप पर। तेरा ही नजारा छाया है, एक तू ही तो है बाबा, सदा ही मन को भाया है, सदा ही मन को भाया है। दिव्य दुनिया आरज़ू है आप पर, अपने को अब अर्पण करें। आरज़ू है आप पर, अपने को अब अर्पण करें। आपके कदमों पे चलकर नाम हम रोशन करें। आरज़ू है आप पर।
Mm-hmm.
शोहरत भी क्या है, तुम्हारी ही दौलत, तुम्हारा दिया सब तुम्हारी बदौलत, तुम्हारे ही हम हैं, तुम ही हो हमारे, इसकी सिवा याद कुछ भी ना आए, कुछ भी ना आए। यही मन में बावा है हरदम हमारे। तुम ही तो गुणों से सजाते हो हमको, महिमा की माला पहनाते हमको। हम जो बने हैं तुम्हारे बनाए, कहीं खुद पे हमको गुरूर न जाए, गुरूर न जाए। यही मन में बाबा है हरदम हमारे। हमें मान दे करके ऊंचा उठाया, दिल तख्त पर हमको आपने बिठाया। हमें खुशनुमा जिंदगी देने वाले, तेरी खूबियों को जुबां कैसे गाए, जुबां कैसे गाए। यही मन में बाबा है हरदम हमारे। तेरी याद दिल से नहीं दूर जाए, नहीं दूर जाए। मिले शक्तियाँ सिद्धियाँ सब खजाने, तो भी प्यार तेरा नहीं भूल पाए, नहीं भूल पाए। यही मन में बाबा है हरदम हमारे। यही मन में बाबा है हरदम हमारे। यही मन